ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയെ ഓരോന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രവീന്ദ്രന്. അത് ചന്ദ്രയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ മോനൊരു നല്ല ജോലി ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കണ സമയത്ത് ആണ് നമ്മുടെ ശ്രുതി അവിടേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ശ്രുതി വന്നിട്ട് വേഗം തന്നെ ഒരു ബോക്സ്, അതായത് ഒരു സാരിയുടെ ഒരു ബോക്സ് എടുത്ത് നേരെ ചന്ദ്രയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്നോട് ഇവള് വിളിച്ചത് നേരത്തെ പറഞ്ഞായിരുന്നു, അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഒരു സാരിയാണ്. അത് കാണുന്ന ചന്ദ്രയ്ക്ക് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. കാരണം ചന്ദ്രയുടെ പേര് ബ്യൂട്ടി പാർലറിന് മാറ്റിയല്ലോ. തന്നെയല്ല, ശ്രുതിക്ക് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കേൾക്കുകയും തല്ലാൻ കൈയോങ്ങുകയും ചെയ്തതാണ്. ആ ഒരു സന്ദർഭം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി ചന്ദ്രയെ സോപ്പിട്ട് കുളിപ്പിച്ചൊന്ന് കിടത്താൻ വേണ്ടി തന്നെയാണ് ആ ഒരു സാരി അവിടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അവൾ നുണൊക്കെ പറയുന്നുണ്ട്, ഇത് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, കൊടുത്തയച്ചതാണ്, എൻ്റെ അങ്കിൾ കൊടുത്തു അയച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ചന്ദ്ര ചോദിക്കുകയാണ്, സത്യമാണോ ഇത് മലേഷ്യയിലെ സാരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കേൾക്കുന്ന ചന്ദ്ര അത് ഒന്ന് ദേഹത്തൊക്കെ വെച്ചിട്ട് നല്ല സന്തോഷത്തിൽ അങ്ങനെ നിൽക്കാണ്. അയ്യോ മോൾക്ക് എന്താ, മോളുടെ മുഖമൊക്കെ ആകെ കരിവാളിച്ചിരിക്കുന്നുണ്ടല്ലോ, മോളൊന്നും ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ജ്യൂസ് എടുക്കാം എന്നും പറഞ്ഞിട്ട് നല്ല സന്തോഷത്തോടു കൂടി ജ്യൂസ് എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് പോകാണ്. അപ്പോൾ ശ്രുതി മനസ്സിൽ കരുതുന്നുണ്ട്, ഓ ഭാഗ്യം, ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടി, രക്ഷപ്പെട്ടു എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ ആ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ മണം വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഇതിൽ മുല്ലപ്പൂവൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഈ ഭക്ഷണത്തിലൊക്കെ മുല്ലപ്പൂവിൻ്റെ മണമാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് രേവതി അത്രയധികം മുല്ലപ്പൂ തലയിൽ വെച്ചിട്ട് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഫ്രിഡ്ജിൽ നിന്നല്ല, ദേ ഇവിടെ ഒരാൾ മുല്ലപ്പൂ വെച്ച് വന്നിട്ടുണ്ട്, അതാണെന്ന് പറയണം. പുറകെയായിട്ട് സച്ചിയും വരികയാണ്. അങ്ങനെ സച്ചി എല്ലാവരെയും നല്ല സന്തോഷത്തോടു കൂടി ക്ഷണിക്കുകയാണ്, എല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരെയും വിളിക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതിയെയും സുധിയെയും ചന്ദ്രയെയും രവീന്ദ്രനെയും അതുപോലെ തന്നെ എല്ലാവരെയും വിളിച്ച് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ കാറ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാരുടെ കാറാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് എനിക്ക് വേണ്ടിയിട്ട് രേവതി വാങ്ങി തന്ന കാറാണെന്ന് പറയുമ്പോൾ ചന്ദ്രയുടെയും ശ്രുതിയുടെയൊക്കെ മുഖം ആകെ ചുളുങ്ങി പോവുകയാണ്. അപ്പോൾ നിനക്ക് എവിടെ ഇത്ര അധികം പൈസ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി ഓർഡർ എടുത്ത് തന്നില്ലേ, ആ പൈസ കൊണ്ടാണ്, പൂ വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് ഞാൻ ഈ കാറ് വാങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ പുറകിൽ പേരെഴുതിയതും കൂടി അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് രേവതിയുടെ ആറും സച്ചിയുടെ എസും കൂടി അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രയ്ക്ക് അസൂയ സഹിക്കാൻ പറ്റാതെ അങ്ങനെ പോകുന്നുണ്ട്. അതേ സമയത്ത് അച്ഛൻ നല്ല രവീന്ദ്രൻ പറയുന്നുണ്ട്, നന്നായി എന്തായാലും എന്ന് പറയാണ്. അങ്ങനെ അവിടെ നിന്നും പോയതിന് ശേഷം നേരെ നമ്മുടെ ശ്രുതിയുടെ അരികിലേക്ക് ചന്ദ്ര ചെന്നിട്ട് പറയാണ്, അവൾക്ക് ഇല്ലാത്തടത്തുനിന്ന് വന്നതാണ് അവള്, എന്നിട്ട് പോലും അവൻ്റെ ഭർത്താവിന്, അതായത് അവളുടെ ഭർത്താവിൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് അവള് കാറൊക്കെ വാങ്ങിക്കൊടുത്തു. ഇവിടെ സുധിമോനാണെങ്കിലും അവൻ ഒരാളും ഒരു ആശ്രയമില്ല, ഒന്ന് കൈപിടിച്ച് സഹായിക്കാൻ പോലും ആരുമില്ല എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ശ്രുതി പറഞ്ഞു, ഈശ്വര, പൈസ ചോദിക്കാനാണോ ഈ തള്ള ഇവിടെ വന്നിട്ടുള്ളത് എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പം ആ സമയത്ത് നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അച്ഛൻ മലേഷ്യയിലല്ലേ, എന്താ കാര്യം, എൻ്റെ മോനൊരു ബിസിനസ് തുടങ്ങാൻ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മേ അതിപ്പോൾ വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ നീ ആ നമ്പർ ഇങ്ങോട്ട് തായോ, ഞാൻ വിളിച്ചുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി ഞാൻ വിളിച്ചുകൊണ്ട് എന്തായാലും ആൻറ്റി വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും വിളിച്ച് അറിയിച്ചോളാം എന്നൊക്കെ പറഞ്ഞ ഒരു വിധത്തിൽ നമ്മുടെ ചന്ദ്രയെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. എന്തായാലും ചന്ദ്ര ആ സാരി കൊടുത്തപ്പോൾ സ്നേഹമൊക്കെ കാണിച്ചെങ്കിലും വീണ്ടും ശ്രുതിയോട് ദേഷ്യമൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ നേരെ നമ്മുടെ ശ്രുതി ആകെ കുഴഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.